അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള ഏറ്റവും സുപ്രധാന കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വരുന്ന ഫെബ്രുവരി 4-ന് വൈറ്റ് ഹൌസിലാണ് കൂടിക്കാഴ്ച നടക്കുക. ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും സ്ഥിരീകരിച്ചു. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരുമായി സംവദിച്ചപ്പോഴായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ച ഉടൻ നടക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മിഡിൽ ഈസ്റ്റിലെ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേലിലെത്തി. ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് നടക്കും. വിറ്റ്കോഫ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും. ബന്ദിമോചനം സംബന്ധിച്ച വിഷയങ്ങളിൽ ചർച്ച നടക്കും. ഈ ഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 33 ബന്ദികളെ കൂടാതെ ഹമാസ് കസ്റ്റഡിയിൽ കഴിയുന്ന 64 ബന്ദികളുടെ മോചനത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിൽ ഉൾപ്പെടുന്നു. ഹമാസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതശരീരങ്ങൾ തിരികെ എത്തിക്കാനുള്ള ആസൂത്രണവും നടക്കും. വെടിനിർത്തൽ കരാർ പ്രകാരം 16ാം ദിവസമാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നത്. ഖത്തറും യുഎസും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ചൊവ്വാഴ്ച ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി സംസാരിച്ചു. ഖത്തർ വിദേശകാര്യ ഓഫീസ് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ ബന്ദി ഇടപാട് അതിന്റെ 2ാം ഘട്ടത്തിലെത്തി ശാശ്വതമാകുമെന്ന് ഇരുവരും പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം ഗാസയിലെ സൈനിക നടപടി പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതോ ഇസ്രായേലിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നതോ ആയ ഏതൊരു കരാറിനെയും എതിർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.